കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 40ാമത്തെ മെസ്സേജിൻ്റെ സെക്കൻഡ് പാർട്ടാണ് വായിക്കുന്നത്. നവയുഗമതം. പിശാചിൻ്റെ പ്രഥമ ലക്ഷ്യം ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നവരും എൻ്റെ സഭയും എൻ്റെ മക്കളും ഭൂമിയിൽ എന്നെ പ്രതിനിധീകരിക്കുന്നവരുമാണ്. അടുത്തതായി അവൻ ഉന്നം വയ്ക്കുന്നത് ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ മേൽ അധികാരമുള്ള ഉന്നത സ്ഥാനീയരെയാണ്. അവൻ അഴിമതി കൊണ്ടും അധികാര ദുർവിനിയോഗം കൊണ്ടും വേദനയും കഷ്ടപ്പാടും മാത്രം കൊണ്ടുവരുന്ന ദുഷ്ടനിയമങ്ങൾ കൊണ്ടും അവരെ പ്രലോഭിപ്പിക്കുന്നു. അടുത്തതായി അവൻ യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ പ്രാർത്ഥനയാണ് നിങ്ങളുടെ ആയുധം, മാനസാന്തരമാണ് നിങ്ങളുടെ ലക്ഷ്യം. ഈ കാലത്ത് മനുഷ്യരുടെ ഇടയിൽ എൻ്റെ സ്വരം കേൾക്കപ്പെടുമെങ്കിൽ മാത്രമേ എനിക്ക് ആത്മാക്കളുടെ രക്ഷ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. മനുഷ്യൻ്റെ ഭാവനയിൽ വിരിഞ്ഞ അനേകം വ്യാജമതങ്ങളും വ്യാജ സിദ്ധാന്തങ്ങളും ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ട ആത്മാക്കളെ നരകത്തിലേക്ക് നയിക്കുന്ന അപകടകരമായ വ്യാജവിശ്വാസങ്ങളാണ് അനേകരെ നയിക്കുന്നത്. എൻ്റെ സഭകളിൽ ആഘോഷങ്ങളും വിരുന്നുകളും മറ്റു തരത്തിലുള്ള വിനോദ പരിപാടികളും നടത്തപ്പെടുകയും അത് ദൈവത്തെ ആരാധിക്കാത്ത ഒരു പുതിയ ഏകലോകമതം ആയിത്തീരുകയും ചെയ്യുന്നു. അതെല്ലാവർക്കും കാണത്തക്ക വിധത്തിലുള്ള ഗൂഢമായ സാത്താനിക ബിംബങ്ങളാൽ മുദ്രിതമായിരിക്കും. അവിടെ മൃഗത്തെ വിഗ്രഹവൽക്കരിക്കുകയും ചെയ്യും. എല്ലാ പാപങ്ങളും പരസ്യമായി വാഴ്ത്തപ്പെടുകയും ദശലക്ഷക്കണക്കിന് മനുഷ്യർ അതിനെ സ്വീകരിക്കുകയും ചെയ്യും. എന്നോട് വിശ്വസ്തരായി തുടരുന്ന എൻ്റെ വിശുദ്ധ ശുശ്രൂഷകർക്ക് കുർബാനകൾ രഹസ്യത്തിൽ അർപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് ജയിലിൽ പോകേണ്ടി വരും. മൃഗത്തിൻ്റെ വണക്കത്തിനായി പണിയപ്പെടുന്ന ഒരു പുതിയ ദേവാലയത്തിലേക്ക് ഇനി ഏറെ ദൂരമില്ല. ആ സമയം വളരെ അടുത്താണ്. സമാധാനത്തിൻ്റെ മനുഷ്യനായി ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്ന എതിർ ക്രിസ്തുവിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഈ ദേവാലയം പണിയപ്പെടുന്നത്. നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്ന നുണകൾ എൻ്റെ പിതാവിൻ്റെ വചനത്തെ മാത്രമല്ല, ലോകമെങ്ങുമുള്ള ക്രിസ്തീയ വിശ്വാസത്തെയും നശിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് കാട്ടുതീ പോലെ പെട്ടെന്ന് പടർന്നു വ്യാപിക്കും. ആ സംഭവങ്ങളെല്ലാം ഇപ്പോൾ മറനീക്കി വന്നു തുടങ്ങിക്കഴിഞ്ഞു. നുണകളുടെ രാജാവ് കൊണ്ടുവരുന്ന ഇത്തരം നിയമങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അഗാധമായ ഗർത്തത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കാതിരിക്കുക. നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും തടയുന്ന ഇത്തരം നിയമങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സഹിക്കേണ്ടി വരും.